ബോസ് ഫൈനലിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. എന്ത് തോന്നുന്നു ഈ പ്രാവശ്യത്തെ മത്സരം മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? മത്സരം നല്ല, എല്ലാവരും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടത്തിനേക്കാളും നല്ല മത്സരിക്കുന്ന, ഭയങ്കര അല്ലെ, ഭയങ്കരമായിട്ട് ഉത്സാഹിച്ച് മത്സരിക്കുന്ന കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് ഫൈനലിൽ ഉള്ളത്. അപ്പോൾ സൂപ്പറാണ് ഈ സീസൺ, അടിപൊളിയാണ്. ഫൈനലിൽ ഇപ്പൊ നെവിനുണ്ട്, അതെ. ഫൈനലിൽ വന്നേക്കാണ്. ഫൈനലിൽ വന്നേക്കുന്ന ആള് എങ്ങനെയെങ്കിലും കപ്പടിക്കാനായിട്ടുള്ള ചാൻസ് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ മനസ്സിൽ നെവിൻ കപ്പടിച്ചു കഴിഞ്ഞു. കാരണം ഒരു സപ്പോർട്ടോ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാത്തൊരു ആള് ഇപ്പം ഫൈനൽ ഇതിലെത്തി. അപ്പൊ ഭയങ്കര ഫാമിലി, ഞങ്ങളെല്ലാരും ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഗൂസ് ബംസ് ആയിട്ടിരിക്കും. ഇപ്പൊ അക്ബറിന്റെ എവിക്ഷൻ ജസ്റ്റ് കഴിഞ്ഞു. ഞാൻ ഫിഫ്ത്ത് നെവിൻ ആരൊക്കെയോ ഇങ്ങനെ കുറെ നെഗറ്റീവ് റൂമേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നോക്കിയപ്പോ ഫിഫ്ത്തും അക്ബറും പോയി. അപ്പൊ ഇനിയും നെവിൻ കപ്പടിക്കാൻ ചാൻസസ് ഉണ്ട്. ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പൊ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം വന്നോണ്ടിരിക്കുന്ന അനുമോള് കപ്പടിച്ചു. അതെ അതെ. കേൾക്കുമ്പോ അനുമോള് കപ്പടിക്കണേ കപ്പടിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷെ കപ്പടിക്കുകയാണെങ്കിൽ ഓക്കെ, നല്ല, അവരും നല്ല സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ലോണം കളിച്ചിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി നെവിൻ കപ്പടിക്കണം എന്നായിരുന്നു ആഗ്രഹം. അതെ 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 അതെ. അത് ഓൾറെഡി ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട്, PR 16. ഇപ്പം ബിഗ് ബോസിന്റെ ഇപ്പൊ ഒരു സ്കിറ്റ് ഞാൻ കാറിൽ വരുമ്പോ ബിഗ് ബോസ് കാണുന്നുണ്ട്. അപ്പൊ സ്കിറ്റിൽ കാണിക്കുന്നുണ്ടായിരുന്നു 16 ലക്ഷം എന്ന് പറഞ്ഞിട്ട് അവർ ഏഷ്യാനെറ്റ് തന്നെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു വാല്യൂ കുറയും ജയിച്ചാലും എല്ലാവരും PR എന്ന്. പക്ഷെ അതുപോലെ അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ അമ്മൂമ്മ അതുപോലെ വീട്ടുകാർക്കൊക്കെ അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അങ്ങനെ ജെനുവിൻ വോട്ടിംഗ് ഉണ്ട് ആൾക്ക്. അപ്പൊ ആര് ജയിച്ചാലും എല്ലാവരും എനിക്ക് തോന്നുന്നു നല്ല പോലെ കളിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ വട്ടം. ആരും വെറുതെ ബീൻ ബാഗിൽ ഇരുന്ന ആൾക്കാരോ അങ്ങനത്തെ ആരും ഇല്ല ഈ വട്ടം. നമ്മുടെ ഇത്ര ചർച്ചയായിട്ടില്ല. PR കുറിച്ച് ഇത്രത്തോളം ചർച്ച വന്നിട്ടില്ല. കാരണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇതുപോലെ പുറത്താരും വന്ന് സംസാരിച്ചിട്ടില്ല. 16 ലക്ഷം എന്ന് പറഞ്ഞാൽ അതെ 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 ഒബ്വിയസ്ലി അവർക്ക് അല്ല കൊടുത്തിട്ടുണ്ടോന്ന് നമുക്കറിയില്ല. ഇല്ല എന്നാണ് ഇപ്പൊ വിനു ആണ് PR ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ വിനു തന്നെ പറഞ്ഞല്ലോ 16 lakhs ഒന്നും കൊടുത്തിട്ടില്ല, അത്ര വലിയ എമൗണ്ട് ഒന്നും ഇല്ല. പക്ഷെ ചെയ്യാനുള്ളതുണ്ടോ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഉണ്ടാവണ്ടേ. അവർ എത്രയോ വർഷമായിട്ട് സ്റ്റാർ മാജിക്കിൽ, നമുക്കിപ്പോ ബിഗ് ബോസിൽ ഇപ്പൊ കുറച്ച് ഫോളോവേഴ്സുള്ള നമുക്ക് തന്നെ എത്രയോ കൊളാബറേഷൻസും അതും വെച്ചാൽ എത്ര എമൗണ്ട് കിട്ടുന്ന നമുക്കൊരു ധാരണയുണ്ട്. അപ്പോ അതിനെക്കാട്ട് എത്രയോ വർഷങ്ങളായിട്ട് അത്ര എമൗണ്ട് ഉള്ള ആൾക്ക് 16 lakhs ഒക്കെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. എത്തി 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 അതെ അതെ അതെ. രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ്. അനീഷേട്ടനാണെങ്കിലും ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. പുള്ളി ആദ്യം മുതലേ ഗെയിം ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ രണ്ടുപേരും ഡിസേർവിങ്, എല്ലാവരും 5 പേരും ഡിസേർവിങ് ആണ്. അപ്പോൾ അനീഷേട്ടൻ കപ്പടിക്കുകയാണെങ്കിലും നല്ല തന്നെ. പക്ഷെ അനീഷേട്ടൻ ഇപ്പൊ കുറെ സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. അപ്പൊ ആൾക്കും നല്ല ചാൻസസ് ഉണ്ട്. അതെ അതെ, എനിക്ക് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് തോന്നിയത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരു ഗുഡ് സ്ട്രാറ്റജി അല്ലേ. ഇപ്പം അവസാന നേരത്തല്ലേ വോട്ട് ഏറ്റവും കൂടുതൽ കയറുന്നത്. അപ്പോൾ അത് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ റിയൽ ആയിരിക്കാം, പ്രണയം ഇപ്പൊ ആർക്കും എപ്പോഴും തോന്നാൻ പറ്റുന്ന ഒരു ഇതാണല്ലോ. അതെ. അതെനിക്ക് ഷാനവാസ് അങ്ങോട്ട് ചെന്ന് അറ്റാക്ക് ചെയ്തല്ലേ നെവിനെ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തേ. എനിക്ക് തോന്നുന്നു 5 പേരിൽ അധികം ഡിസേർവ് അല്ലാത്തത് ഷാനവാസ്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഗെയിം ആയാലും എല്ലാത്തിലും ഷാനവാസിന് എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അല്ല. പുള്ളിയെക്കാട്ട് എനിക്ക് തോന്നുന്നു 100 നിന്നിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായെന്ന് ഫീൽ ചെയ്യുന്നത്. നല്ല, അതെ അതെ അതെ, അടിപൊളി ഗെയിമേഴ്സ് ആയിരുന്നു. എനിക്ക് ശരിക്കും ഷോക്ക്ഡായി. 100 കൂടി ലാസ്റ്റ് 6 പോയി എന്ന് പറഞ്ഞപ്പോ ഷോക്ക്ഡായി. പക്ഷെ നല്ലപോലെ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വട്ടം എന്താന്ന് വെച്ചാൽ എല്ലാവരും സ്ട്രോങ് ആ. എല്ലാവരും ഓരോ ടാസ്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും നല്ലപോലെ സംസാരിക്കുന്ന ആൾക്കാരാ. അപ്പൊ അതില് ഒരു ഇഞ്ച് ഒരു ഇത്രയും ഡിഫറൻസേ ഉള്ളൂ. എല്ലാവരും ഡിസേർവിംഗ് ആണ്, നല്ല ഗെയിമേഴ്സ് ആണ്. അതിൽ പേപ്പർ എന്തോ എനിക്ക് തോന്നി ഈ ആദില അല്ലെങ്കിൽ ഇപ്പൊ തിരിച്ചു വന്നില്ലേ ശൈത്യ, ബിൻസി, ഇവരൊക്കെ കൂടി
അനുമോളെ കപ്പെടുപ്പിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത് ഇപ്പൊ. കാരണം ഒന്ന് അനീഷേട്ടൻ കയറി നിന്നപ്പോ ഇവര് വന്ന് ഇവരെ കോർണർ ചെയ്യുമ്പോ എല്ലാവർക്കും കോർണർ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടെൻഡൻസി മനുഷ്യർക്ക് വരും. അപ്പൊ ഒന്നും കൂടിയും PR വന്ന് ചെയ്ത പോലെ അവർ ഉദ്ദേശിച്ചത് അനുമോളുടെ ഇത് PR ആണെന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ ഒന്ന് ഡൗൺ ആക്കാനും നോക്കി. പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് ആയി അനുമോള് കപ്പടിച്ചു എന്നാ കേൾക്കണേ. അപ്പൊ പിന്നെ ഈ റീ എൻട്രി കാരണമാണെന്ന് തോന്നുന്നു ഈ നൂറെ അതിൽ ഔട്ടായത് പോലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് റീ എൻട്രി വന്നപ്പോ. അതെ, പണപ്പെട്ടി എടുത്തോണ്ട് പോകാനുള്ള അപ്പൊ അതിനുള്ള ചാൻസ് കിട്ടിയില്ല. ഇപ്രാവശ്യം പണപ്പെട്ടി ടാസ്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയാണ് ചെയ്തത്. എന്ത് തോന്നി അങ്ങനെ? അല്ല, എനിക്ക് എന്തുകൊണ്ടും നെവിന്റെ ഫാമിലി ഫ്രണ്ട്സിൽ ഉൾപ്പെടുന്നത് കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത് പണപ്പെട്ടി കൊടുക്കാത്തത് നന്നായി. കാരണം പണപ്പെട്ടി വെച്ചാൽ നെവിൻ അന്നേ എടുത്തു പോയേനെ. പക്ഷെ അത് പണപ്പെട്ടി പൈസ നമുക്ക് ഇനിയും ഉണ്ടാക്കാം, ലൈഫിൽ ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവന് കിട്ടും ഉണ്ടാക്കാൻ. പക്ഷെ ഇപ്പൊ അവൻ ടോപ്പ് 4 ഇപ്പൊ 5 അക്ബറും കൂടി പോയി കഴിഞ്ഞപ്പോ 4 എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് ഉള്ള ഒരു മൈൽ സ്റ്റോൺ ആണ്. എപ്പോഴും നമുക്ക് വെക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഭയങ്കര പ്രൗഡാണ് അവൻ. അത് പണപ്പെട്ടി വെക്കാത്തത് എന്തുകൊണ്ട് തന്നെ വെച്ചെങ്കിൽ അവന് 5 ലക്ഷമോ 2 ലക്ഷം ആണെങ്കിൽ പോലും അവൻ എടുത്തിട്ട് പോയേനെ. പൈസക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിയാണ്. അതെ അതെ. പിന്നീടുള്ള ബിഗ് ബോസ് സീസണുകളിൽ എല്ലാവർക്കും PR കൊടുത്തിട്ട് കേറിയിട്ട് കാര്യമുള്ളൂ എന്നുള്ളൊരു അതുപോലെ ബിഗ് ബോസിന്റെ ഒരു ചിത്തപ്പേര് പോലെ തോന്നും. അതെ അതെ, ഉറപ്പായിട്ടും ബിഗ് ബോസിന് ആര് PR കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർ വിജയിക്കുന്നുള്ളൊരു ടോക്ക് എന്തായാലും വരും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയുള്ള സീസൺ ഉണ്ടാവും, അല്ലെങ്കിൽ സീസൺസിന് ഒരു മോശമാവും എന്നുള്ളൊരു രീതിയിലായി. അത് ഒന്നില്ലെങ്കിൽ കൊടുത്തിട്ട് പറയാതിരിക്കണത്. ഇപ്പൊ കൊടുക്കുകയും ചെയ്ത് എല്ലാം പറയും. PR മേടിച്ച ആള് തന്നെ വന്ന് ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ അത് മോശമല്ലേ? ആ ഒരു ബിഗ് ബോസിന്റെ ഒരു വാല്യൂ കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ തൊപ്പി സപ്പോർട്ട് ചെയ്ത് ചിലപ്പോ അനീഷിനെ പേഴ്സണലി ഇഷ്ടമായിട്ടായിരിക്കും. പക്ഷെ അഖിൽമാരാർ വന്ന് പൈസ മേടിച്ച് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഈ അഖിൽമാരാറിന്റെ ബേസിക്കലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഖിൽമാരാർ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനും ബാക്കി എല്ലാവരും മോശം എന്നാണ് അഖിൽമാരാർ പറയണത്. അപ്പൊ എല്ലാരെയും വിമർശിച്ച് ഇപ്പൊ ഷിയാസിനെ പറയണ കേട്ടു, നെവിനെ കുറിച്ച് എന്ത് മോശമായിട്ടാ പറഞ്ഞത്. അപ്പൊ പുള്ളി 100% കറക്റ്റ് എന്നാണ് എല്ലാരെയും പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് PR അല്ല, പക്ഷെ വേറൊരാൾ വേറെ കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് PR പൈസയായി. അപ്പൊ സ്വന്തം മാത്രം ചിന്തിക്കാതെ ബാക്കി എല്ലാവരുടെയും കൂടി ചിന്തിച്ചാൽ നന്നായിരിക്കും. ഭയങ്കര ഹാപ്പി ആയി. തൊപ്പി നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ അതെ. ഇനിയിപ്പം അടുത്ത കൊല്ലം ജയിക്കണമെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് സീസണിൽ ജിൻജോ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത ആളാണ് വിനു. ഈ സീസൺ അനുമോളെ സപ്പോർട്ട് ചെയ്ത രണ്ടുപേരും ജയിച്ചു. അപ്പൊ അടുത്ത കൊല്ലം പോകുമ്പോൾ ആൾക്കൊരു 25 lakh 16 25 മേടിക്കാല്ലോ സുഖമായിട്ട്. അപ്പൊ പുള്ളിയുടെ പക്ഷെ ഞാൻ പുള്ളിനെ മോശമായി പറയല്ല, പുള്ളിനെ പേഴ്സണലി അറിയാം. എനിക്ക് നല്ല അറിയാം, മീൻസ് ജിൻജോ ചേട്ടൻ വഴി എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അറിയാം. നല്ലൊരു പേഴ്സൺ ആണ്. പക്ഷെ ആൾക്കും ജീവിക്കേണ്ട ആളുടെ ബിസിനസ് കൊണ്ട് പോകണം ബിഗ് ബോസ് വെച്ച്. എന്നോട് നെവിൻ ഒരു കാര്യം പറഞ്ഞുള്ളൂ, വരുമ്പോ ഓഡി അല്ലെങ്കിൽ BMW എടുത്തിട്ട് എയർപോർട്ടിൽ വരണം. അത് റെന്റ് എടുത്തിട്ടോ, അവന് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഉണ്ട്, അവരെടുത്തോണ്ട് തന്നെ അവൻ അതിലെ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ആരൊക്കെ BMW ഉള്ളതെന്ന് തിരക്കിക്കൊണ്ടിരിക്കുക അവനെ കൊണ്ടുവരാൻ. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ഇപ്പതേ കൊച്ചിയിൽ നിന്ന് വന്നുള്ളൂ. ഇനി ഇതേ വീണ്ടും കൊച്ചിയിലോട്ട് പോകണം. ഞാൻ തൃശ്ശൂരാണല്ലോ. അപ്പൊ ഇനി മാല സംഗതികളെല്ലാം സെറ്റാക്കി പോണം. കാരണം ഗ്രാൻഡ് ആയിട്ടുള്ള വെച്ചാൽ നമ്മള് പേഴ്സണലി ഉള്ള ആൾക്കാരെ നമ്മള് വിചാരിക്കുന്ന എന്താ കൊണ്ടുവരുന്നത് പോലെ. ഇപ്പം എന്നെ ലാസ്റ്റ് ആര്യൻ എവിക്റ്റ് ആയപ്പോൾ ടീം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യൻ ഒരു സെലിബ്രേഷൻ കൊടുത്തില്ലേ, പെൺകുട്ടികളെ എത്ര പേര് വേണം, ഫ്ലവേഴ്സ് എത്ര വേണം, അങ്ങനെ രൂപ കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാൽ ഓൾറെഡി ബാംഗ്ലൂരിൽ നിന്ന് വരെ, ബാംഗ്ലൂർ ദുബായിൽ നിന്നൊക്കെ ലേഡീസ് വിളിക്കുകയാണ്, നെവിനെ എപ്പോഴാ വരുന്നത്, ഞങ്ങൾക്ക് വരാൻ പറ്റുമോ. ബാംഗ്ലൂരിൽ നിന്ന് ഓൾറെഡി ഒരു ലേഡി ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്, പിന്നെ എന്തോ ഗിഫ്റ്റോ എന്തൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ഒരുപാട് സപ്പോർട്ടിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ആവുമെന്ന് വിചാരിക്കണം. പിന്നെ നാളെ ഭയങ്കര തിരക്കായിരിക്കില്ലേ എയർപോർട്ടിൽ, മാക്സിമം ഹാപ്പി ആക്കണം. ഇമോഷണൽ ആവുമെന്നാണ് പേടി. അതൊക്കെ മീഡിയക്കാരും ഉണ്ടാവുമല്ലോ, അതാണ് ഒരു ടെൻഷൻ. ആൾക്കൊരു ബുദ്ധിമുട്ടില്ല, ആൾക്ക് ഇഷ്ടമേ ഉള്ളൂ. അവന് മീഡിയാസും ക്യാമറ വരണം, അതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ പുറത്തു തന്നെ ആള്
എപ്പോഴും ഫുഡ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മന്തി കണ്ട ചാടി വീഴ. ഞാൻ KFC-യുടെ കഥയൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. KFC-ന്ന് കഷ്ണം ചെറുതാന്ന് പറഞ്ഞ് ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഭയങ്കര ഫുഡിയാണ്. ഞാനിപ്പോ ശരിക്കും ഞെട്ടിയത് ഇവൻ കയറുമ്പോൾ മെലിഞ്ഞിട്ടും ആ ഒരു കമ്പാരിസൺ ഇപ്പൊ സ്കിറ്റിൽ കാണിച്ചു. കയറിയപ്പം ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റൊമക്ക് ഇപ്പൊ ഭയങ്കര വയറായിട്ട്. അപ്പൊ എവിടെ നിന്നാണ് അവൻ ഇങ്ങനെ ഫുഡ് കിട്ടുന്നത്? അവൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ആളാണ്. അത് ഇനി പുറത്തിറങ്ങുമ്പം ഈ കിട്ടിയ 5-10 ലക്ഷം ഇപ്പൊ ഈ ഫുഡിൽ പോവാന്നാണ് പേടി.